സംഭവമായിരുന്നു. പോയി 28ാമത്തെ ദിവസം അവന് അകത്തായി പോയിട്ടുണ്ട്. വെറും 28 ദിവസം. വാർത്താമാധ്യമങ്ങളാണ് ഈ റഹീമിൻ്റെ വിഷയം പൊതുസമൂഹത്തെ ലോകത്ത് അറിയിച്ചതും ഇത്ര ക്യാഷ് വേണമെന്ന് അറിയിച്ചതും. അപ്പോൾ അതിലൊരു പങ്ക് നിങ്ങളുണ്ട്. നമുക്ക് 20 വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുകയാണ് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം. റഹീമിൻ്റെ മോചനം ഇന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. നാട് ഒന്നാകെ കാത്തിരിക്കുന്നു റഹീമിൻ്റെ മടങ്ങിവരവിനായി. നമുക്കൊപ്പം റഹീമിൻ്റെ സഹോദരൻ നസീർ കൂടി ചേരുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടെ ഈ തടവ് കാലാവധി പൂർത്തിയാവുകയാണ്. അതെ, ഇന്ന് 19-ാം തീയതി ലാസ്റ്റ് ദിവസമാണ് അവൻ്റെ ശിക്ഷാ കാലാവധീൻ്റെ. ഏകദേശം 12 മണിയോടുകൂടി അത് അവസാനിക്കുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അതിനുശേഷം എപ്പോഴും നാട്ടിലേക്ക് തിരിക്കും. അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വൈകിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് അവിടെ കിട്ടുന്ന വിവരം. കാരണം എല്ലാം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇനി എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് പോയാൽ ആ സമയത്ത് നമുക്ക് എന്താണ് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും വരുമ്പം ഉമ്മയുടെ ആ കണ്ണീരാണ് കാണുന്നത്. ഉമ്മയുടെ ഒരു നിറഞ്ഞ പുഞ്ചിരിക്കാനുള്ള കാത്തിരിപ്പാണ്. ഉമ്മ എല്ലാവരും നമ്മൾ ഫാമിലി എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഫാമിലി എല്ലാവരും എന്താ പറയുക, ഉമ്മൻ്റെ മക്കളൊക്കെ വൈകിട്ടോടുകൂടി ഇതൊരു അപ്ഡേറ്റ് എങ്ങനെയാണെന്നനുസരിച്ചിട്ട് എല്ലാവരും വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഉമ്മ ചാനലിൻ്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരാത്തത് തന്നെ അവൻ വന്നതിന് ശേഷം വരാം. എന്നുവെച്ചാൽ ഇത്രയും 2 വർഷമായല്ലോ ക്യാഷ് പിരിച്ച് അവർക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഓരോ മാസം കേസ് വിളിക്കുമ്പോഴും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് കൊടുത്ത് ഉമ്മ ഇപ്പം അവൻ വരട്ടെ, ഞാൻ അവന് വന്നിട്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരുള്ളൂ എന്നുള്ള ഒരു അതിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. 34 കോടി രൂപ പിരിച്ച് അത് നൽകുന്നു. ആ ദിയാധനം സ്വീകരിച്ചുകൊണ്ടാണ് ആ കുടുംബം മാപ്പ് നൽകുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ശിക്ഷാ കാലയളവ് കൂടി പൂർത്തിയാവുകയാണ്. അതെ, അന്ന് അവർ വധശിക്ഷക്ക് ആയിരുന്നു അവനക്ക് കാര്യം ഉണ്ടായിരുന്നത്. കുടുംബം മാപ്പ് കൊടുത്തുകൂടിയ ക്യാഷ് അവർ സ്വീകരിച്ച കൂടിയാണ് അവനക്ക് വധശിക്ഷ റദ്ദ് ചെയ്ത്. പിന്നെയാണ് 20 വർഷം വീണ്ടും ശിക്ഷയുണ്ട്, ടോട്ടൽ 20 വർഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതിൻ്റെ ഒരു വിധി വരുന്നത്. അങ്ങനെയാണ് ഇന്നേക്ക് 20 വർഷം തികയുന്നതും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവൻ മോചിതനാവും എന്നുള്ളൊരു വാർത്ത വരുന്നതും. 2006 സൗദിയിൽ പോയതാണ്. അവിടെ ഡ്രൈവർ ജോലിയായിരുന്നു. പിന്നീട് സ്പോൺസറുടെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു മകനെ പരിചരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ കയ്യബദ്ധത്തിൽ മരിച്ചു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. അതെ, അതൊരു യാദൃശ്ചികമായ സംഭവമായിരുന്നു. പോയി 28ാമത്തെ ദിവസം അവന് അകത്തായി പോയിട്ടുണ്ട്. വെറും 28 ദിവസം. എന്താ പറയുക, ഒരു ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടിയുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയൊരു വിഷയം. അത് അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എന്താ അവൻ്റെ കൈകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ നീളാൻ കാരണം, വരാനൊക്കെ കാരണം. ഏതായാലും ആ കാലയളവൊക്കെ ഇപ്പം ശിക്ഷാ കാലയളവ് പൂർത്തിയായിട്ടുണ്ട്. ഈ പെരുന്നാളിന് റഹീമുമൊത്ത് ഈ മുറ്റത്ത് കൂടാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങളെപ്പോലെ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. കാരണം അത് നിങ്ങൾ ഈ ചാനൽ വാർത്താമാധ്യമങ്ങളാണ് ഈ റഹീമിൻ്റെ വിഷയം പൊതുസമൂഹത്തെ ലോകത്ത് അറിയിച്ചതും ഇത്ര ക്യാഷ് വേണമെന്ന് അറിയിച്ചതും. അപ്പോൾ അതിലൊരു പങ്ക് നിങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ വലിയ പെരുന്നാൾ വലിയൊരു ആഘോഷമാക്കിയിട്ട് മാറ്റാം. വലിയ പെരുന്നാളും വലിയ ആഘോഷവും ഒന്നിച്ച് നമുക്ക് അനുഭവിക്കാം. അതിനെല്ലാവരെയും നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. അവൻ വരുമ്പം അവനെ സ്വീകരിക്കാനും അവൻ്റെ ഒപ്പം നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ എല്ലാവരെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ആ പ്രതീക്ഷ പോലെ തന്നെ നടക്കട്ടെ. വളരെ വേഗത്തിൽ റഹീം നാട്ടിലെത്തട്ടെ. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.